മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട് കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ നോട്ടീസുകൾ. കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ലെന്നെഴുതിയ പോസ്റ്ററുകളാണ് DCC ഓഫീസിന് സമീപത്ത് പ്രത്യക്ഷപ്പെട്ടത്. ജയിക്കാൻ വേണ്ടി ഇനി വയനാട്ടിലേക്ക് വരേണ്ടെന്നും ഇംഗ്ലീഷിൽ എഴുതിയ നോട്ടീസിലുണ്ട്. നോട്ടീസ് വാർത്തയായതിനു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി കീറിക്കളഞ്ഞിട്ടുണ്ട്. ദീപക് മോഹൻ ഇപ്പോൾ അവിടെ എത്തി. ദീപക്, അല്പസമയം മുമ്പ് അവിടെ ആ നോട്ടീസ് ഉണ്ടായിരുന്നു. ഈ വാർത്തയായതിന് തൊട്ടു പിന്നാലെ, നമ്മൾ വാർത്ത കൊടുത്തതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി അത് കീറിക്കളഞ്ഞോ? ഇപ്പോൾ സ്ഥലത്ത് നോട്ടീസ് ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ? അരുൺകുമാർ, അല്പം മുൻപ് ഇവിടെ നോട്ടീസ് ഉണ്ടായിരുന്നു. നമ്മൾ വാർത്ത നൽകി, അതിന് തൊട്ടു പിന്നാലെയാണ് ഈ DCC ഓഫീസിന്റെ ഈ ബോർഡിന് ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകൾ, 4ഓളം പോസ്റ്ററുകൾ ഈ ഭാഗത്തും തൊട്ടെതിർഭാഗത്തും ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ എത്തി കീറിക്കളഞ്ഞത്. ഏതായാലും കീറിക്കളഞ്ഞാലും ഒട്ടിച്ചത് ആരാണെന്നറിയാൻ ഇവിടെ എതിർഭാഗത്തൊരു കടയുണ്ട്. ആ കടയിൽ CCTV ഉണ്ട്. ആ കട തുറന്നിട്ടില്ല. കട തുറന്നു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾക്ക് ആ CCTV കാണിക്കാൻ പറ്റും ആരാണ് എടുത്തതെന്ന്. ഏതായാലും ഈ പോസ്റ്ററുകളിൽ ഉള്ള പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരാണ്. DCC ഓഫീസിലേക്ക് പോകുന്ന പ്രധാന ഈ ബോർഡിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ടായത്. വയനാട് അടുത്ത അമേഠിയാകും എന്നാണ് മുന്നറിയിപ്പ് അതിലുണ്ടായിരുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് മുൻപ് പരാജയം നേരിടേണ്ടി വന്ന അമേഠിയിലെ സാഹചര്യം ഇത്തവണ വയനാട്ടിലും ഇനി ആവർത്തിക്കുമെന്നുള്ള രീതിയിൽ പരാമർശമുണ്ട്. KC വേണുഗോപാലിനെതിരെയും പോസ്റ്റുകളിൽ പരാമർശമുണ്ടായിരുന്നു. കേസ് നിങ്ങളുടെ പെട്ടി തൂക്കുകാരനായിരിക്കാം, പക്ഷേ വയനാട്ടിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ല. അതോടൊപ്പം ഇതൊരു താക്കീതല്ല, സുരക്ഷിത സീറ്റ് തേടി ഇനി ഹൈറേഞ്ചിലേക്ക്, അതായത് വയനാട്ടിലേക്ക് വരേണ്ട എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഈ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നു. ആ കീറിക്കളഞ്ഞ പോസ്റ്ററുകൾ അടക്കം ഇവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് A4 ഷീറ്റിൽ DTP പ്രിന്റ് ചെയ്ത് അത് ഇന്നലെ രാത്രിയോടുകൂടി ഒട്ടിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ, ഏതായാലും നേതാക്കളെത്തി ഇവിടെ ഒട്ടിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരായിട്ടുള്ള നോട്ടീസ് ഇവിടെ നിന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ട്. ശരി. അപ്പോൾ നോട്ടീസ് യുദ്ധം തുടരുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇതിപ്പോ പ്രിയങ്ക ഗാന്ധിക്കുള്ള മുന്നറിയിപ്പായി മാറി.